യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഈ വരുന്ന ഞായറാഴ്ച ദയയുടെ വളകാപ്പ് ചടങ്ങ് നടത്തിയാലോ എന്നൊരു ആലോചന. നിങ്ങളുടെയും കൂടെ അഭിപ്രായം അറിഞ്ഞിട്ട് തീരുമാനിക്കാന്ന് വിചാരിച്ചു. ഞായറാഴ്ച നല്ലതാ. അപ്പോ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുമല്ലോ. അതെ, എല്ലാവരും ചടങ്ങിന് ക്ഷണിക്കണം. കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും പരിഭവങ്ങളും എല്ലാം അന്ന് പറഞ്ഞു തീർത്ത് എല്ലാവരും സന്തോഷത്തോടെ ചടങ്ങ് നടത്തണം. അതൊക്കെ നടക്കുമെന്നാ എനിക്കൊരു പേടി. അതെന്താ? അമ്പിളി ആ പറഞ്ഞതിലും കാര്യമുണ്ട് അശോക. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചാലേ അത് കൂടുതൽ പ്രശ്നമാവുമെന്നാ അമ്പിളി ഉദ്ദേശിച്ചത്. ഏയ് അങ്ങനെയല്ല, നമ്മള് ചടങ്ങിന് വിളിച്ചാലും എല്ലാരും വരുമെന്ന് അറിയില്ലെന്നാ ഞാൻ പറഞ്ഞു തുടങ്ങിയത്. വിളിക്കേണ്ടവരെല്ലാം നേരിട്ട് ക്ഷണിച്ച് കാര്യം പറഞ്ഞാ എല്ലാവരും വരും. അങ്ങനെയല്ലേ രാമനാഥ? അതെ മാഷേ, നമുക്ക് ക്ഷണിക്കാം. അവര് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. മാഷ് പറഞ്ഞ പോലെ ഈ ചെറിയ ജീവിതത്തിനിടയിൽ എന്തിനാ ഇങ്ങനെ വഴക്കും പ്രശ്നങ്ങളും? എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് ഉള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കാലോ. അതെ അതെ. ഞങ്ങളെ ദയയുടെ വളകാപ്പ് ചടങ്ങ് നടത്തുന്ന കാര്യം പറയായിരുന്നു. ഞാൻ കേട്ടു. ഞായറാഴ്ചയല്ലേ, നല്ല ദിവസാ. ചടങ്ങ് കഴിഞ്ഞിട്ട് ദയനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? പഞ്ചരത്നത്തിലേക്കാണോ അതോ രഘുവിന്റെ വീട്ടിലേക്കോ? പഞ്ചരത്നത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ ആരും ഇല്ലല്ലോ. രഘുവിന്റെ വീട്ടിലേക്ക് പോവാന്നാണ് വിചാരിക്കുന്നത്. അതെ, വീട്ടിലാണെങ്കിൽ ഞാനുണ്ട്. ദയെ എനിക്ക് നന്നായിട്ട് നോക്കാനും പറ്റും. പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ ദയെ കാണിക്കാനും പറ്റും. എന്തുകൊണ്ടും സൗകര്യം നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതാണെന്നാ എനിക്കും തോന്നുന്നത്. അതാ നല്ലതെന്നാ എന്റെയും അഭിപ്രായം. അവിടെയാകുമ്പോ എനിക്കും ദയെ കാണാൻ എളുപ്പമാണ്. ഡെലിവറി സമയത്തൊക്കെ ഓടിയെത്താനും പറ്റും. അച്ഛനെന്താ തോന്നുന്നത്? രഘുവിന്റെ വീട്ടിൽ നിൽക്കുന്നത് തന്നെയാ നല്ലത്. പിന്നെ പഞ്ചരത്നത്തിൽ ഇപ്പൊ ആരും ഇല്ലല്ലോ. പിന്നെ നല്ല ഹോസ്പിറ്റൽ ഉള്ളത് ഇവിടെയല്ലേ. അങ്ങനെ തന്നെ നമുക്ക് തീരുമാനിക്കാം. അതെ അതെ. നീ എന്തിനാ മോനെ ഇങ്ങനെ വിഷമിക്കുന്നേ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ? ഈ വീടും കുടുംബമൊക്കെ ആവുമ്പോ വഴക്കും പിണക്കമൊക്കെ സാധാരണയാ. അതിന്റെ പേരിൽ ഇങ്ങനെ കട തുറക്കാതെ നീ വിഷമിച്ചിരുന്നിട്ട് എന്താ പ്രയോജനം? പിന്നെ ഇങ്ങനെ ഇരുന്ന അതിന്റെ നഷ്ടം നിനക്ക് മാത്രാ. അത് ശരി, ആ വഴക്കോർത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയാണെന്നാണോ അച്ഛൻ കരുതിയത്? പിന്നെ നീ എന്താ കട തുറക്കാത്തത്? ആ വൃത്തികെട്ട ആൾക്കാരുമായിട്ടുള്ള പിണക്കത്തിന്റെ പേരിൽ അതും ഓർത്ത് വിഷമിച്ചിരിക്കാനൊന്നും വിനയനെ കിട്ടില്ല. അതൊക്കെ ഞാൻ എപ്പോഴേ വിട്ടു. ആ കണക്ക് തീർക്കാൻ എനിക്കറിയാം. അതിനുള്ള പണി അവർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിട്ട് ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും. ഓ, അപ്പൊ അങ്ങനൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞല്ലേ? എടാ, കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങൾ ശത്രുക്കളൊന്നുമല്ലല്ലോ. അപ്പോഴത്തെ ദേഷ്യത്തിന് രണ്ടു കൂട്ടരും പരസ്പരം എന്തൊക്കെയോ പറഞ്ഞു. അതിന് ഒരു കൂട്ടരെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ പിന്നെ അതങ്ങ് മറക്കുക. അല്ലാതെ ഓർത്ത് പകവച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് ഞാനൊന്നും മറക്കില്ല എന്ന് അച്ഛനറിയാലോ. എന്നെ നോവിക്കുന്നത് ആരായാലും അത് ഇരട്ടിയായിട്ട് കൊടുത്തിട്ടേ ഞാനടക്കും. പക്ഷെ ഇപ്പൊ എന്റെ വിഷമം അതൊന്നുമല്ല. ആ ഏജന്റ് കാരണമാണ് ഞാനിപ്പോ പെട്ടിരിക്കുന്നത്. പുതിയ ഫോൺ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുന്നെന്ന് പറഞ്ഞ് കടക്ക് മുമ്പിൽ ബോർഡ് വരെ വെച്ചതാ. ആളുകൾ ഇപ്പൊ ഫോൺ എത്തിയോ എന്ന് കടയിൽ വന്നതിനെ പരിഹസിക്കാം. മനുഷ്യന്റെ പണവും പോയി, മാനവും പോയി. ഓ, അതാണോ കാര്യം? അതിന് നീ ഇങ്ങനെ സങ്കടപ്പെട്ടതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നഷ്ടപ്പെട്ട നമ്മുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയില്ലേ? അതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ? എടാ, പണം എപ്പോ വേണമെങ്കിലും ഉണ്ടാക്കാം. എടാ, അതുപോലെയാണോ കുഞ്ഞ്? ഓ, കുഞ്ഞുങ്ങളെയാണോ ഉണ്ടാക്കാൻ പാട്? 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പെട്ട പാട് എനിക്കേ അറിയൂ. കൂടെ നിന്ന് ആരും സഹായിച്ചില്ലല്ലോ. ഒറ്റക്ക് തന്നെയല്ലേ ഞാനത് കണ്ടെത്തിയത്. അപ്പൊ പിന്നെ ഉണ്ടാക്കിയതിന്റെ ബുദ്ധിമുട്ടും നഷ്ടപ്പെട്ടതിന്റെ സങ്കടവും എനിക്ക് മാത്രമല്ലേ ഉണ്ടാവൂ.
വിനയേട്ടൻ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ? അച്ഛൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഈശ്വരൻ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യല്ലേ തന്നെ? നമ്മുടെ കുഞ്ഞിനെ തിരിച്ചു തന്നില്ലേ? അതെ, തന്നു. ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വാരിക്കോരിയല്ലേ എനിക്ക് എപ്പോഴും തരാറ്. ഒന്നിനെ ആഗ്രഹിച്ചിട്ട് രണ്ടെണ്ണത്തിന് തന്നില്ലേ? ഇനി ഇതിനൊക്കെ തീറ്റിപ്പോറ്റണ്ടേ? അതിന്റെ വഴിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വിനയ, നീ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നേ? എന്താ പറഞ്ഞതിൽ തെറ്റ്? ഈ സ്നേഹം മാത്രം കൊടുത്താൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശപ്പ് മാറില്ല. അതിന് ആഹാരം തന്നെ വേണം, വേണ്ടേ? അപ്പൊ പിന്നെ പണം തന്നെ വേണം. അതല്ലേ വലുത്. നിങ്ങളുടെ ഈ നശിച്ച സ്വഭാവം കാരണം നിങ്ങൾ നന്നാവാത്തത്. നിങ്ങളുടെ എല്ലാ നഷ്ടത്തിനും കാരണം അത് തന്നെയാ. സ്വന്തം ലാഭത്തിനും നേട്ടത്തിനും വേണ്ടിയാ നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നേ, അല്ല സ്നേഹം നടിക്കുന്നേ. ഒരിക്കലെങ്കിലും വിനയേട്ടൻ എന്നെ എന്റെ കുഞ്ഞുങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? ഓ, പുതിയ കണ്ടുപിടുത്തം കൊള്ളാം. ഇനിയിപ്പൊ നിങ്ങളോടൊക്കെയുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെയൊക്കെ തലയിലെടുത്ത് വെച്ച് നടക്കണോ? അതാണോ വേണ്ടത്? ഡാടാ, നീ പറഞ്ഞു എങ്ങോട്ടേക്ക് പോകുന്നേ? പറയിപ്പിക്കുന്നതല്ലേ. എന്റെ എന്തെങ്കിലും ഒരു കാര്യം പറയാനോ ബുദ്ധിമുട്ടിക്കാനോ ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും അടുത്തേക്ക് വന്നിട്ടുണ്ടോ? ഇങ്ങോട്ടേക്ക് കയറി വരുന്നതല്ലേ എല്ലാരും കൂടി. നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കാൻ എങ്ങനെ തോന്നും? എപ്പോഴും നിങ്ങളൊരു മനുഷ്യനായിട്ട് പെരുമാറിയിട്ടുള്ളേ. ജന്മം കൊടുത്തോണ്ട് മാത്രം നിങ്ങളൊരു അച്ഛനാവില്ല. എന്നെ എന്റെ അച്ഛൻ വളർത്തിയ പോലെ, സ്നേഹിച്ച പോലെ ഒരച്ഛന്റെ സ്നേഹം എന്റെ മക്കൾക്കും കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ അത് ഈ ജന്മം നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. നിങ്ങൾ എന്നെ നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നേ. ദുഷ്ടൻ. മോളെ, ദേ, വേണ്ട. അച്ഛൻ എന്നെ തടയണ്ട. വിഷമം എല്ലാം കൂടെ ഉള്ളിൽ ഒതുക്കി ആരോടും പറയാതെ ഞാൻ മടുത്തു. ഇനി അങ്ങനെ മിണ്ടാതിരിക്കാൻ ചെലങ്കയെ കിട്ടില്ല. മോളെ, ഇത് എന്റെ വീടാ. ഓഹോ, എന്റെ ചെലവിൽ കഴിഞ്ഞ് എന്നെ ഭരിക്കാൻ വന്ന വച്ചേക്കില്ല നിന്നെ ഞാൻ. ഡാ, മോളെ, നിങ്ങൾ എന്നെ കൊല്ലോ? കൊല്ല. ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോഴും തിരിച്ചു കിട്ടിയപ്പോഴും ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചതാ. നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഒന്നും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. മോളെ, മോളെ, എന്നിട്ടെല്ലാം ക്ഷമിച്ചു, സഹിച്ചു. ഡേയ്, പറഞ്ഞ് പറഞ്ഞ് എന്തും പറയാതായോ നിനക്ക്? അതൊക്കെ നിന്റെ വീട്ടില്. ഇവിടെ പറ്റില്ല. അടങ്ങി ഒതുങ്ങി അടങ്ങി നിനക്ക് ഇവിടെ കഴിയും. അങ്ങനെ നിങ്ങളുടെ അടിമയായി ചെലങ്കി ഇനി ഉണ്ടാവില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അങ്ങനെ നീ പറയില്ലടേ. നിനക്കെന്താ ഭ്രാന്തി പിടിച്ചോ? ഹേ, അച്ഛൻ തടയണ്ട. ഇയാള് തല്ലട്ടെ, തല്ലി കൊല്ലട്ടെ. വിവാഹം കഴിഞ്ഞ നാള് മുതല് ഞാൻ അനുഭവിക്കുന്നത് ഈ വേദന. ഇയാൾക്ക് മാറ്റം ഉണ്ടാവുന്ന ഓരോ സമയത്തും ഞാൻ ആഗ്രഹിച്ചു. ഇല്ലച്ചാ, ഇയാള് മാറില്ല. അതെ, ഞാൻ മാറില്ല. നീ കൂടെ ഉള്ളിടത്തോളം എനിക്ക് നാശമേ ഉണ്ടാവും. ഓ, അതിന് ശക്തി കൂട്ടാൻ ഇപ്പൊ രണ്ട് മക്കൾ. ചേട്ടാ. ഈ നാശങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് കഷ്ടകാലം തുടങ്ങിയത്. കേട്ടാ, എടാ, നീ ഒന്ന് അടങ്ങ്. ശ്ശോ. മോളെ, ഇല്ലച്ചാ.